എൻ്റെ നായയല്ല ഇതൊന്നും ചെയ്തത്. പക്ഷെ പോലീസ് പറയുന്നത് എൻ്റെ നായയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. എൻ്റെ നായ ആരെയും ആക്രമിച്ച് കൊന്നിട്ടില്ല. എൻ്റെ നായയുടെ പേര് ബസൂക്ക. അങ്ങനെയുള്ള ഒരു അപകടകാരിയായ ഇനമല്ല. പക്ഷേ പോലീസ് പറയുന്നത് നായയാണ് അത് ചെയ്തത്. അതുകൊണ്ട് ഞാൻ കൂടി ഉത്തരവാദിയാണ്. ഈ ഒരു മരണത്തിന് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഞാൻ നായയെ കെട്ടിയിടാതെ അഴിച്ചുവിട്ടു, അത് 2 മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നൊക്കെയാണ് എൻ്റെ പേരിലുള്ള ചാർജ് ഷീറ്റ്. നടന്നത് ഒരു ദുരന്തം തന്നെയാണ്. 3 പേരാണ് മരിച്ചത്. പക്ഷേ ഇത്രയും പേരെ കൊന്നത് ഒരിക്കലും എൻ്റെ നായയല്ല എന്ന് ഇപ്പോഴും ഞാൻ തറപ്പിച്ച് പറയുന്നു. പോലീസ് ഞാൻ എത്ര പറഞ്ഞിട്ടും അതൊന്ന് അന്വേഷിക്കാനോ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറായില്ല. അവർക്ക് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. ഈ ഒരു സംഭവം നടന്നത് നോർത്തേൺ മിനിസോട്ട എന്ന സ്ഥലത്താണ്. അവിടെ ഒരു തടാകക്കരയിൽ ഞങ്ങളൊരു ക്യാബിൻ റെന്റിനെടുത്തു. ഞാനിത് പറയാനുള്ള കാരണം ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ള ക്യാബിൻ റെന്റിനെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ദുരൂഹമായ അപകടങ്ങൾ പതിയിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കൂടി സാധിക്കില്ല. കാഴ്ചയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ അറിയാതെയായിരിക്കും വൻ ദുരന്തങ്ങളിൽ വന്നു ചാടുക. പിന്നീടൊരു രക്ഷപ്പെടൽ തീർത്തും അസാധ്യമായിരിക്കും. അപ്പോഴേക്കും നമ്മൾ ആ ചുഴിയിൽ തീർത്തും നിസ്സഹായരായി അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പ്രേതം, ആത്മാവ് എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തം ഇന്ന് വരെ ഞാൻ പോലും കേട്ടിട്ടില്ല. ഒന്ന് ഉറപ്പാണ്, ഒരു തവണ ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. ജീവിതം നമ്മൾ നോക്കി നിൽക്കെ കൈവിട്ടു പോകും. എനിക്കിപ്പോൾ പറ്റിയതുപോലുള്ള അബദ്ധം പറ്റരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി തരാനാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് ബസൂക്കയെ കിട്ടുന്നത് ഒരു മഴക്കാലത്ത് ആകെ നനഞ്ഞു വിറച്ച് ഒരു തെരുവോരത്തു നിന്നാണ്. ഒരു ക്രോസ് ബ്രീഡ് നായ. അത്ര ബുദ്ധിയുള്ള നായൊന്നും ആയിരുന്നില്ല ബസൂക്ക. കാഴ്ചയിൽ സാമാന്യ വലിപ്പവും. പിന്നെ ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് ഓടിച്ചെന്ന് അവരുടെ ചുറ്റും ഓടി നടന്ന് ഓരോ തമാശകൾ കാണിക്കുന്ന സ്വഭാവമൊക്കെയുള്ള ഒരു പാവം നായ. എന്നോട് നല്ല അടുപ്പമായിരുന്നു. എനിക്ക് തിരിച്ചു. ചെറുതിലെ എപ്പോഴും എൻ്റെ ബെഡിൽ ചാടിക്കേറി എൻ്റെ കൂടെ കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനത്ര തള്ളി മാറ്റിയാലും വീണ്ടും അവൾ അത് ആവർത്തിക്കും. ബസൂക്ക ഒരു പെൺപട്ടിയാണ്. ഇപ്പോൾ ഇതെഴുതുമ്പോൾ അവളില്ലാത്തതിൻ്റെ ശൂന്യത ഞാൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. ആഴ്ചയുടെ അവസാനമായിരുന്നു ഞങ്ങൾ ക്യാബിൻ റെൻ്റെടുത്തത്. ഞാൻ, ജയ്ക്ക്, റേ, പിന്നെ റഷീദ. ഞങ്ങൾ ബോർഡ് ഗെയിം കോമ്പറ്റീഷനിൽ പരസ്പരം പരിചയപ്പെട്ടവരായിരുന്നു. പിന്നീട് പതിയെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലായി. ക്യാബിൻ റെൻ്റിനെടുത്ത് അവിടെ ഇരുന്ന് 2 ദിവസം നമുക്ക് ഗെയിമൊക്കെ കളിച്ച് ഒരുമിച്ച് കൂടാമെന്ന് ജയ്ക്കിൻ്റെ ഐഡിയ ആയിരുന്നു. കേട്ടപ്പോൾ ഞങ്ങളും സമ്മതം മൂളി. ഈ ക്യാബിനടുത്തായി വേറൊരു ക്യാബിനും ഉണ്ടായിരുന്നു. ക്യാബിൻ റെൻറ്റിന് കൊടുക്കുന്നത് ആ ഭാഗങ്ങളിൽ നല്ലൊരു ബിസിനസ്സാണ്. ഈ തടാകത്തിനക്കരെ വേറെയും കുറച്ച് തദ്ദേശവാസികളുടെ വീടുകളുണ്ട്. സാധാരണ ഒരു തടാകക്കരയിൽ ഇത്രയും വീടുകളും തിരക്കുകളും കണ്ടാൽ പോരാ. ഇവിടെ അതിന് വിപരീതമായി ആകെ ഒരു മൂകതയും വിജനതയും തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി. ക്യാമ്പിംഗ് കൂടാതെ അത് റെൻറ്റിനെടുക്കുന്നവർക്ക് ബോട്ടിംഗ് സൗകര്യവും ഉണ്ടായിരുന്നു. ക്യാബിനിൽ ബാർബിക്യൂ ഗ്രില്ലും ക്യാമ്പ് ഫയറും ഇടാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഗെയിം കളിക്കാനുള്ള സൗകര്യത്തിന് ഒരു അപ്പർ ഡെക്കും ഉണ്ടായിരുന്നു. ഒരു ഉച്ചയോടെ ഞങ്ങളെത്തി ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഗെയിം കളിക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തെ ഗെയിമിന് ശേഷം ഞാനന്ന് നായയെ കൊണ്ട് തടാകക്കരയിൽ നടക്കാനിറങ്ങി. ബസൂക്ക തടാകക്കരയിൽ കൂടി ഓടി നടക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് ഒരു സിറ്റിയിലായതുകൊണ്ട് ബസൂക്കയ്ക്ക് ഓടി നടക്കാൻ പാകത്തിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെയൊരു സ്ഥലം അവൾക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവളെയും കൊണ്ട് പുറത്തു പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ എൻ്റെ കുറച്ച് മാറി 2 പയ്യന്മാർ. ഒരു 10-12 വയസ്സ് കാണും. ഒരാൾ തടാകക്കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കുന്നുണ്ട്. മറ്റേ പയ്യൻ വെള്ളത്തിലുള്ള താറാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇവർ 2 പേരുടെയും തോളിലും ഓരോ തോക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി ശരിക്കും തോക്കാണോ അതോ വല്ല എയർഗണ്ണാണോ എന്ന് കാഴ്ചയിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഇത്ര ചെറിയ പിള്ളേരെ ഈ തോക്കൊക്കെ കൊടുത്ത് ഏത് പേരൻസാണ് ഇങ്ങനെ വിട്ടിരിക്കുന്നത്? ഞാൻ മനസ്സിലോർത്തു. പിന്നൊരു ഗ്രാമപ്രദേശമാണ്.
അപ്പോൾ ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസമേ ആളുകൾക്കുണ്ടാവും. അതുകൊണ്ട് ഇതിനപ്പുറവും സംഭവിക്കാം. എനിക്ക് ചെറിയ പേടി തോന്നാതിരുന്നില്ല. കാരണം ബസൂക്കയുടെ കഴുത്തിൽ ബെൽറ്റില്ലായിരുന്നു. ഇനി ആ പിള്ളേരുടെ അടുത്തേക്ക് നായ ഓടിച്ചെന്ന് ഇനി അവർക്ക് വെടിവെക്കാനോ മറ്റോ തോന്നിയാൽ അതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ നായയാണെങ്കിൽ കുറച്ച് തമാശക്കളി കൂടുതലാണ്. ആളുകളെ കാണുമ്പോൾ അവരുടെ ചുറ്റും കിടന്നോടുക, അവരെ സ്മെല്ല് ചെയ്യുക, അങ്ങനെയൊക്കെ. എന്തായാലും നായയുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടേക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ആ പിള്ളേർ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യാബിനിൽ റെൻ്റെടുത്ത സ്ത്രീയുടെ 2 കുട്ടികളായിരുന്നുവെന്ന് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നായയും കൊണ്ട് ക്യാബിനിൽ തിരിച്ചെത്തി. ഞങ്ങൾ ഡിന്നർ കഴിച്ചു. പിറ്റേന്ന് നേരം വെളുത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ബസൂക്ക വന്ന് ശബ്ദമുണ്ടാക്കി. എൻ്റെ മുഖത്ത് അവൾ മണപ്പിച്ചപ്പോൾ അവളുടെ ശ്വാസം മുഖത്തടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവൾക്ക് പുറത്തു പോകണം, അതിനാണ് എന്നെ ഉണർത്തിയത്. ഞാൻ എണീറ്റ് വാതിൽ തുറന്ന് അവളെ പുറത്തേക്ക് വിട്ടു. കൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങി. അവൾ നേരെ തടാകക്കരയിലേക്ക് ഓടി. എന്നിട്ട് അവിടെ മൊത്തം മണം പിടിച്ച് ഓടി നടക്കാൻ തുടങ്ങി. അതിനിടയിൽ തടാകത്തിൽ 2 റിമോട്ട് കൺട്രോൾ ടോയ് ബോട്ട് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെയും പരിസരത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഇന്നലെ കണ്ട ആ തോക്ക് പിടിച്ച പിള്ളേരായിരിക്കും എന്ന് എനിക്ക് തോന്നി. യുവമാരെ ഇന്നലെ കണ്ടപ്പോഴേ കുരുത്തക്കേട് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളവന്മാരായിട്ടാണ് തോന്നിയത്. ഞാൻ ഒന്നുകൂടി ചുറ്റും നോക്കി. പരിസര പ്രദേശത്ത് ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ വേഗം നായയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മറ്റൊന്നും കൊണ്ടല്ല, ഓമാരുടെ ഏരിയയാണ്. അതിൻ്റെ തിണ്ണമെടുക്ക് എൻ്റെ നായയുടെ മേൽ തീർക്കണ്ട എന്ന് കരുതി ഞാൻ തിരിച്ച് ക്യാബിനിലേക്ക് പോകാനായി തുടങ്ങിയതും മുമ്പ് കണ്ട 2 പയ്യന്മാരും ഒരു സ്ത്രീയും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യാബിൻ്റെ ഡെക്കിൽ റിമോട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യുവമാർ ഈ നാട്ടുകാരല്ല, വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് കരുതി ഞാൻ തിരിച്ച് ഞങ്ങളുടെ ക്യാബിനിലേക്ക് ചെന്നപ്പോഴേക്കും അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ബോട്ടിങ്ങിന് പോകാനായി തടാകക്കരയിലേക്ക് നടന്നു. ഓരോ ക്യാബിലും താമസിക്കുന്നവർക്ക് വേണ്ടി ക്യാബിന് ഫ്രണ്ട് ഡെസ്കിലായി ഒരു ചെറിയ ഡെക്കിൽ ഓരോ ബോട്ടുകളുണ്ട്. ഞങ്ങൾ ഡെക്കിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് പതിയെ തടാകത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അതുവരെ ബോട്ടിലിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന ബസൂക്ക പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഞങ്ങൾക്കൊപ്പം നീന്താൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ നായ്ക്ക് ഇമാതിരി പണികളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായത്. റേയും റഷീദയും ബസൂക്കയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ തടാകത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി. തിരിച്ച് ക്യാബിനിലെത്തി. വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. ഡിന്നറിന് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ കമ്മിയായതുകൊണ്ട് അത് വാങ്ങാൻ ഈവനിങ് ആയപ്പോൾ റേയും റഷീദയും ടൗണിലേക്ക് പോയി. ജാനും ജയ്ക്കും ക്യാമ്പ് ഫയർ കൂട്ടി അതിൻ്റെ അടുത്തിരുന്ന് ബിയർ കഴിച്ച് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ നായ എന്തോ കണ്ടുപേടിച്ച് ഓരിയിടാൻ തുടങ്ങി. ആകെ വിളറി പിടിച്ചതുപോലെ ഓരോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ക്യാബിൻ്റെ പുറത്തെ തടാകത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ബസൂക്ക ഈ പരാക്രമമൊക്കെ കാണിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് ക്യാബിൻ്റെ ഡെക്കിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. മുമ്പ് കണ്ട 2 പയ്യന്മാരിലൊരുത്തൻ ഷർട്ടൊന്നുമില്ലാതെ ഒരു നിക്കർ മാത്രം ഇട്ട് ആകെ നനഞ്ഞു കുടിച്ച് ഞങ്ങളുടെ ക്യാബിന് കുറച്ച് മാറി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇവനിത് എന്തു പറ്റി? എൻ്റെ പുറകെ ജയിക്കും വന്നു. അവനിത് കണ്ട് ഒന്ന് ഭയന്നു. ആരായാലും ഒന്ന് പേടിക്കും. അമ്മാതിരി കോലത്തിലാണ് ചെക്കൻ്റെ നിൽപ്പ്. ജയ്ക്ക് നല്ല ശബ്ദത്തിൽ, "ഡാ ചെക്ക, നീ ഇപ്പോൾ മനുഷ്യനെ പേടിപ്പിച്ച് കൊന്നേനോടാ, എന്താടാ എന്തു പറ്റി?" എന്ന് ചോദിച്ചുകൊണ്ട് ആ പയ്യൻ നിൽക്കുന്നിടത്തേക്ക് ഇറങ്ങിച്ചെന്നു. കൂടെ എൻ്റെ നായയും. ഞാൻ നായ്ക്ക് പുറകിലായാണ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ പയ്യൻ ഒരു വശത്തേക്ക് തല ചെരിച്ചു പിടിച്ച് അവൻ്റെ ഇടതുവശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഉടനെ ഞാൻ ജയ്ക്കിനോട്, "ഡാ, ഈ പയ്യൻ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ക്യാബിനിൽ താമസിക്കുന്നതാണ്" എന്ന് പറഞ്ഞു. ജയ്ക്ക് ഡാ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. കൈകൊണ്ട് അവൻ്റെ മുഖത്ത് ഒന്ന് ഞൊടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ആ പയ്യൻ ഏതോ സ്വപ്നത്തിലെന്ന പോലെയാണ് നിൽക്കുന്നത്. ജയ്ക്കിൻ്റെ വിളി കേട്ട് പയ്യൻ പതുക്കെ തലചരിച്ച് ഒരുമാതിരി ചുണ്ടൊക്കെ ഒരു വശത്തേക്ക് കോട്ടി ജയ്ക്കിനെ നോക്കി. പയ്യൻ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോഴാണ് അവൻ്റെ വായുടെ വശങ്ങളിലൂടെ പത പോലെ എന്തോ ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടത്. ജയ്ക്കേ, ഈ ചെക്കന് എന്തു പറ്റിയതാടാ? എന്തോ പാമ്പ് കടിച്ചതാണെന്ന് തോന്നുന്നു. വായിലൂടെ നുര വരുന്നുമുണ്ട്. പ്രശ്നമാണെന്ന് തോന്നുന്നു. അറിയില്ലടാ, നോക്കട്ടെ എന്ന് പറഞ്ഞ് ജയ്ക്ക് അവൻ്റെ തോളിൽ തട്ടി, ഡാ എന്തു പറ്റിയതാടാ? എന്താ നിൻ്റെ പേര്? ഞങ്ങൾ നിന്നെ വീട്ടിൽ കൊണ്ട് വിടാം. നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? പേടിക്കണ്ട മോനെ, എന്തുണ്ടെങ്കിലും പറഞ്ഞു. ജയ്ക്കിൻ്റെ ചോദ്യത്തിനൊന്നും ആ പയ്യൻ മറുപടി പറയുന്നില്ല. വീണ്ടും ജയ്ക്ക് "ഡാ മോനെ" എന്ന് വിളിച്ചത് കേട്ടതും
പയ്യനവൻ്റെ ഇടതുവശത്തേക്ക് ക്യാബിൻ്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി. ഇത് കണ്ട ജയ്ക്ക് പയ്യനോട് ഓക്കെ ഞാനവിടെ കൊണ്ടുവിടാം, നീ വാ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് എന്നോട് ഡാ ഇവനെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് വരാം, എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് പയ്യൻ എന്നും പറഞ്ഞ് ജയ്ക്ക് ആ പയ്യൻ്റെ തോളിൽ കൈയിട്ട് അവൻ്റെ ക്യാബിൻ്റെ ഭാഗത്തേക്ക് നടന്നു. അപ്പോഴേക്കും എൻ്റെ നായ ആകെ വിളറി പിടിച്ചതുപോലെ അവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് വരുന്നുമില്ല. ഒടുവിൽ ഞാൻ പിടിച്ചു വലിച്ച് ക്യാബിനകത്തേക്ക് അവളെ കൊണ്ട് നടന്നു. നായ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ ക്യാബിന് നേരെ നോക്കി നന്നായി ഓരിയിടുന്നുമുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും റേയും റഷീദയും സാധനങ്ങളും വാങ്ങിച്ച് എത്തി. അവർ ക്യാബിലേക്ക് കയറുന്നതിനിടെ ഞാൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. ഉടനെ റഷീദ എന്നോട് നിങ്ങൾക്ക് ആംബുലൻസ് വിളിച്ചുകൂടായിരുന്നോ? എന്തിനാണ് ജയ്ക്ക് വെറുതെ ഒറ്റയ്ക്ക് ആ പയ്യനെയും കൂട്ടി ഈ രാത്രിയിൽ പോയത്? പരിചയമില്ലാത്ത സ്ഥലമല്ലേ? അതും പറഞ്ഞ് റഷീദ വാ നമുക്ക് പോയൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ വേഗം നായയെ റൂമിലാക്കി വാതിലടച്ചിട്ടു. അവൾക്ക് റൂമിൻ്റെ ജനൽ വഴി പുറത്തേക്ക് ചാടിക്കിടക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നിയില്ല. അവർക്കൊപ്പം ഇറങ്ങി നടന്നു. നല്ല ഇരുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേര് ഉണ്ടല്ലോ എന്നൊരു ധൈര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അപ്പുറത്തെ ക്യാബിലെത്തി. മുൻവശത്തെ ഡോറിൽ തട്ടി. ഹലോ ഹലോ എന്ന് വിളിച്ചു. അകത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. ജയ്ക്കെന്ന് റഷീദയും വിളിക്കുന്നുണ്ട്. ഞാൻ പതിയെ മുൻവശത്തെ വാതിൽ ഒന്ന് തള്ളി നോക്കി. അത് അകത്തു നിന്നും പൂട്ടിയിട്ടില്ലായിരുന്നു. മൊത്തം ഇരുട്ടാണ്. ആകെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. വാതിൽ മെല്ലെ തുറന്ന് ഞങ്ങൾ 3 പേരും അകത്തേക്ക് കയറി. ക്യാബിന് അകം മുഴുവൻ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. റൂമിന് നടുക്കായി ആരോ മൂടിപ്പുറച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ കാലിലാണ് ഓരോ സാധനങ്ങൾ തട്ടിത്തടയുന്നത്. റഷീദ തപ്പിപ്പിടിച്ച് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. മുറിയിൽ വെളിച്ചം വരുന്നതും അയ്യോ എന്ന് റഷീദ നിലവിളിച്ചു. അത് കേട്ടതോടെ എൻ്റെ നല്ല ജീവൻ പോയി. പേടിച്ച് ഞാൻ പുറകോട്ട് മാറി. ജയ്ക്ക് റൂമിന് നടുവിലായി ഞങ്ങൾക്ക് മുന്നിൽ ചുണ്ടൊക്കെ കോടിപ്പിടിച്ച് കണ്ണ് പുറത്തേക്ക് തള്ളി ഞങ്ങളെ നോക്കി നിൽക്കുന്നു. അവൻ്റെ കാൽക്കീഴിൽ ഒരു ബ്ലാങ്കറ്റ് കിടക്കുന്നുണ്ട്. അത് ആകെ നനഞ്ഞിട്ടുണ്ട്. മൊത്തം അവനിൽ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ജയ്ക്ക് എന്ന് വിളിക്കുന്നതിന് മുമ്പ് അവൻ വെട്ടിയിട്ടതുപോലെ മൂക്കും കുത്തി മുമ്പിലേക്ക് വീണു. അത്യാവശ്യം സൈസുള്ള മനുഷ്യനാണ് ജയ്ക്ക്. അതുകൊണ്ട് തന്നെ അവൻ മുമ്പിലേക്ക് വീണപ്പോൾ നല്ല ശബ്ദമായിരുന്നു. വീഴ്ചയുടെ ശബ്ദത്തിനൊപ്പം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മറ്റൊരു ശബ്ദം ഞങ്ങൾ നിൽക്കുന്ന ക്യാബിന് താഴെ നിന്നും ആരോ മാറുന്നതിൻ്റെ കാൽപ്പര്യമാറ്റം കൂടി കേട്ടു. പെട്ടെന്ന് റേവനെ മലർത്തിക്കിടത്തി. എന്നിട്ട് പൾസും ശ്വാസവും നോക്കി. ബോധം പോയിട്ടില്ല. കണ്ണുകൾ തുറന്ന് വലുതായി പിടിച്ചിട്ടുണ്ട്. ജയ്ക്കെന്ന് റേവനെ കുലുക്കി വിളിക്കുന്നുണ്ട്. അവനെ കുലുക്കി വിളിക്കുമ്പോഴൊക്കെ ജയ്ക്കിൻ്റെ കൺപോള വല്ലാത്ത രീതിയിൽ ഇമജിമാറെ തുറന്നു പിടിച്ചിട്ടുണ്ട്. റേയനോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അതിനിടയിൽ റഷീദ ഞാനന്ന് ക്യാബിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിൻ്റെ ഡെക്കിലേക്ക് കയറി. ഇപ്പോൾ റേ ജയ്ക്കിനെ കുലുക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പോലീസിന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റഷീദ ഡെക്കിലേക്ക് കയറിപ്പോകുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് മലറിക്കൊണ്ട് റഷീദ താഴേക്ക് വന്നു. മുകളിൽ അവിടെ ഒരു സ്ത്രീ മുകളിൽ എന്ന് വിക്കി ഞങ്ങളോട് പറഞ്ഞു. അവൾ ആകെ നിന്ന് വിറയ്ക്കുന്നുണ്ട്. വീണ്ടും അവൾ അവിടെ മുകളിലൊരു സ്ത്രീ മുഖമൊക്കെ കീറിപ്പൊളിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറഞ്ഞു. റഷീദ എൻ്റെ മുഖത്ത് നോക്കിയാണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ റഷീദ ഇപ്പോൾ എന്നോട് ഇത്ര ഭയത്തോടെ പറയുന്ന കാര്യം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ആ സ്ത്രീ മുഖമാകെ കീറിപ്പൊളിഞ്ഞ് ചോരയൊലിപ്പിച്ച് അവളുടെ പുറകെ വന്നത് അവൾ കണ്ടില്ല. ആ സ്ത്രീയുടെ കൂടെ മുമ്പ് കണ്ട ചെറുക്കനുമുണ്ട്. അവൻ്റെ മുഖം മുഴുവൻ ചോരപ്പാടുകളാണ്. എൻ്റെ നോട്ടം തൻ്റെ മുഖത്തേക്കല്ല എന്ന് മനസ്സിലാക്കി റഷീദ പതിയെ പുറകോട്ട് തിരിഞ്ഞു. ഒപ്പം തന്നെ അലറിക്കൊണ്ട് മുൻപോട്ട് ചാടി. ഈ ശബ്ദം കൂടിയായപ്പോൾ ആ ചെറുക്കൻ ഞങ്ങളുടെ മുമ്പിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അതിനുശേഷം വലിയൊരു അലർച്ചയോടെ റഷീദിൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. ചെറുക്കനും റഷീദയും കൂടി എൻ്റെ കാൽച്ചൂട്ടിലേക്ക് വലിയൊരു ശബ്ദത്തോടെ വീണു. എന്നിട്ട് ചെറുക്കൻ റഷീദയുടെ നെഞ്ചിൽ കയറിയിരുന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് ആഞ്ഞു കടിച്ചു. റഷീദ അലറിക്കൊണ്ട് ആ പയ്യൻ്റെ കടിയിൽ നിന്നും തൻ്റെ മുഖം കുതറിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവൾ എന്നെയും റേയും ഉറക്കെ വിളിച്ച് രക്ഷിക്കാനും പറയുന്നുണ്ട്. ഞാൻ നോക്കി നിൽക്കെ ആ സ്ത്രീ എൻ്റെ നേരെ പാഞ്ഞെടുത്തു. എൻ്റെ കഴുത്തിൽ പിടിച്ച് എന്നെ നിഷ്പ്രയാസം മുകളിലേക്ക് ഉയർത്തി. അവരുടെ വായ മൊത്തം ചോരയും കൂടാതെ കടവായിലൂടെ ഒരേയും പതിയും കുടിച്ചിറങ്ങുന്നുമുണ്ട്. റേ ഇത് കണ്ട് മരവിച്ചിരുന്നു പോയി. പെട്ടെന്ന് ഒരു മിന്നലിൻ്റെ വേഗതയിൽ റസൂക്ക ചെറുക്കൻ്റെ പുറത്തേക്ക് ചാടി വീണു.
ആ ഒരൊറ്റ നിമിഷത്തിൽ റഷീദ അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറി. അതോടൊപ്പം എൻ്റെ കഴുത്തിൽ നിന്നും ആ സ്ത്രീയുടെ പിടിയും വിട്ടു. അവിചാരിതമായി വീണ് കിട്ടിയ ആ നിമിഷത്തിൽ ഞാൻ ഓടിക്കോ എന്ന് നിലവിളിച്ചുകൊണ്ട് റഷീദയുടെ കൈയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി. റേ എപ്പോഴും ജയ്ക്കിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അവന് ഞങ്ങൾ ഓടുന്നത് കണ്ട് ഇരുന്നിടത്തു നിന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഓടുന്നതിനിടയ്ക്ക് ഞാൻ റേ എഴുന്നേറ്റ് ഓടറ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എവിടുന്നോ കിട്ടിയ ഊർജ്ജത്തിൽ റേ എഴുന്നേറ്റ് ഞങ്ങൾക്ക് പുറകിലായി ഓടി. ഞാൻ ബസൂക്ക ബസൂക്ക എന്ന് വിളിക്കുന്നുണ്ട്. ഓടുന്നതിനിടയിൽ ഞാൻ ആ സ്ത്രീയും ചെറുക്കനുമായി കെട്ടിമറിയുന്ന ബസൂക്കയുടെ മുരൾച്ച കേൾക്കുന്നുണ്ട്. റേയും റഷീദയും ഓടി അവരുടെ കാറിൽ ചാടിക്കേറി. ബസൂക്കയെ വിളിക്കുന്നതിനിടയിൽ ഞാൻ അവരുടെ പുറകിലായിപ്പോയി. റേ എന്നോട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് വാടാ വേഗം വന്ന് കയറ് എന്ന് ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ഓടി വണ്ടിയുടെ അടുത്തെത്തി. അവരോട് നിങ്ങൾ വിട്ടോ, ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്ക്, വേഗം പോലീസിനെ വിളിക്ക്, ഞാൻ ജയിക്കിനെയും കൊണ്ട് വരാം, അല്ലെങ്കിൽ ആ ചെക്കൻ അവനെ കൊല്ലും, നിങ്ങൾ പോ എന്ന് ഞാൻ അലറി. അത് കേട്ടതും അവർ വണ്ടിയെടുത്ത് മുന്നോട്ട് തിരിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങളുടെ ക്യാബിനിലേക്ക് ഓടി. ഞാൻ എൻ്റെ വണ്ടിയുടെ ചാവി എടുത്ത് പുറത്തേക്ക് ജയിക്ക് കിടന്ന ക്യാബിനിലേക്ക് ഓടി. ഞാൻ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴേക്കും ജയിക്ക് ക്യാബിൻ്റെ ഒരു ജനൽപ്പാളിയിൽ പിടിച്ച് മുഖത്ത് ചോരയൊക്കെ ഒലിപ്പിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ഇത് കണ്ട എനിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നി. ഞാൻ ഓട്ടം നിർത്തി തൊട്ടടുത്ത് കണ്ട മരത്തിൻ്റെ മറവിലേക്ക് നീങ്ങി നിന്നു. 1-2 തവണ ഞാൻ അവൻ്റെ പേര് വിളിക്കാൻ വേണ്ടി വാ തുറന്നതാണ്. എന്തോ ഒരു ഭയം അതിൽ നിന്നും എന്നെ വിലക്കി. അവൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ എനിക്കവനെ വിളിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജയ്ക്ക് വിൻഡോ ഗ്ലാസ് തലക്കിടിച്ച് തകർത്തുകൊണ്ട് ക്യാബിന് പുറത്തേക്ക് ചാടി. പേയിളകിയ നായയുടെ പോലെ വാ തുറന്നു പിടിച്ചുകൊണ്ട് ക്യാബിൻ ഡെക്കിലൂടെ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയ്ക്ക് ജയ്ക്ക് എന്നെ കണ്ടു. എൻ്റെ നേരെ നോക്കി ദീർഘമായൊരു ശബ്ദത്തിൽ അലറി. അത് കണ്ടതും ഞാൻ എൻ്റെ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഓടി. ഡോർ തുറന്ന് ഞാൻ വണ്ടിയിൽ ചാടിക്കേറി. മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞതും വണ്ടിക്ക് മുന്നിൽ ബസൂക്ക മുൻപാ ചെറുക്കൻ നിന്നതുപോലെ തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ച് വായിൽ നിന്നും നുരയും പതയും മുഖത്തേക്ക് ചോരയും ഒലിപ്പിച്ച് എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ വേഗം ചാടി പുറത്തേക്ക് ഇറങ്ങി. ബസൂക്ക ബസൂക്ക എന്ന് വിളിച്ചു. അവളുടെ അടുത്തേക്ക് ഒരു 2 അടി മുന്നോട്ട് വെച്ചു. ഇത് കണ്ടതും അവൾ പതിയെ വാലൊരു വശത്തേക്ക് വളച്ചു പിടിച്ച് പുറകോട്ട് നീങ്ങി. എന്നിട്ടൊരു പ്രത്യേക ശബ്ദത്തിൽ മുരൾച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് വരെ അങ്ങനൊരു ശബ്ദം അവൾ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നി. എന്തോ ആ പയ്യന് സംഭവിച്ചതുപോലെ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. എൻ്റെ ദൈവമേ എന്ന് അറിയാതെ വിളിച്ചുപോയി. ഞാൻ നോക്കി നിൽക്കെ ഒരു വശത്തേക്ക് തല ചിരിച്ചു പിടിച്ച് ദീർഘമായൊരു ശബ്ദമുണ്ടാക്കി ഇരുട്ടിലേക്ക് അവൾ മാറി നിന്നു. ഞാൻ വീണ്ടും ബസൂക്ക എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്നതും എൻ്റെ നേരെ കുരച്ചുകൊണ്ട് അവൾ ചാടി. അത് കണ്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുവെന്ന് തോന്നി ഞാൻ വണ്ടിയെടുത്ത് വിട്ടു. അതിനിടയിൽ റഷീദ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു. അവർ സ്ഥലത്തെത്തി. കാര്യങ്ങളൊന്ന് നിയന്ത്രണാതീതമായപ്പോൾ ഞങ്ങൾ അവിടേക്ക് തിരിച്ചെത്തി. പോലീസാണ് ഞങ്ങളെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. ആ പയ്യനെയും സ്ത്രീയെയും ബസൂക്ക കടിച്ചാഴത്തിൽ പരിക്കേൽപ്പിച്ചിരുന്നു. അതാണ് അവർ 2 പേരുടെയും മരണകാരണമെന്ന് ഫോറൻസിക് കണ്ടെത്തി. ജയ്ക്ക് മരിച്ചിരുന്നു. അത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ചെറുക്കൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെറുക്കൻ മിസ്സിംഗ് ആണ്. പോലീസ് റിപ്പോർട്ട് ഇങ്ങനെ: എൻ്റെ നായയാണ് 2 പേരുടെയും മരണത്തിന് ഉത്തരവാദി. നായയെ അശ്രദ്ധമായി അഴിച്ചുവിട്ടതിനും അത് 2 പേരുടെ മരണത്തിന് കാരണമായതിനും ചേർത്ത് അവർ എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനും റേയും റഷീദയും പലതവണ അവരോട് പറഞ്ഞിട്ടും നടന്നൊന്നും പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല. എൻ്റെ ജീവൻ രക്ഷിച്ച ബസൂക്ക ഇന്ന് എൻ്റെ കൂടെയില്ല. അതിലും വലിയൊരു വിഷമവും സങ്കടവും ഒന്നും തന്നെ ഇല്ല എനിക്ക്. ബസൂക്ക, ഐ മിസ് യു.